അപ്പോൾ ഞങ്ങളെല്ലാവരും കാത്തിരുന്നത് ഞങ്ങളെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ച്ച് കിട്ടി, എല്ലാം സെറ്റാക്കി ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും അമ്മയും അനിയത്തി എൻ്റെ 2 മക്കളും കൂടെ പോണത്. ആളെ പേര് ജിത്തു എന്നാണ്. വീട് ചുങ്കത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടൂരെത്തിയപ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്കിൽ ഇങ്ങനെ നിന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ആ കാറുകൾ ഒരു വരിയായി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം. വീഡിയോ എടുക്കാനുള്ള രസത്തിനുള്ളൂ കേട്ടോ. ബസ്സിൽ ഇരിക്കാനും ബ്ലോക്കിൽ നിൽക്കാനും വലിയ രസമൊന്നുമില്ല. അപ്പം അങ്ങനെ അതിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് 2 സ്ത്രീകൾ സ്കൂട്ടിയിൽ ഇങ്ങനെ വന്നത്. അപ്പോൾ ഓരെ കടത്തി വെട്ടിച്ച് അതാ പോണ് 2 ബൈക്കുമ്മേ 2 ആൾക്കാർ. ഓര് പോകണ കണ്ടപ്പോൾ ആ സ്ത്രീകളും ഓലെ കൂടെ പോയി. പക്ഷേ മറ്റു 2 ആൾക്കാരും വേഗം രക്ഷപ്പെട്ടു. പക്ഷേ സ്ത്രീകൾ ഇവിടെ തന്നെ സ്റ്റക്കായി. അവർക്ക് പോകാനൊരു ഗ്യാപ്പില്ല. അങ്ങനെ ബ്ലോഗുകളൊക്കെ പതിയെ നീങ്ങി ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയപ്പോഴല്ലേ എൻ്റെ ഫേവറേറ്റ് സാധനം നീലക്കാച്ചിരി. ഞാനിത് കഴിക്കണം എന്നിങ്ങനെ കരുതിയ സാധനമാണ് കേട്ടോ. പാലക്കാടുള്ള ശരണ്യ ബ്യൂട്ടി ബ്ലോഗർ അറിയും. അവളിപ്പോൾ പ്രസവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലോണം ഉണ്ടാക്കും അങ്ങനത്തെ സാധനങ്ങൾ. അന്ന് മുതൽ ഞാൻ കഴിക്കണമെന്ന് കരുതിയൊരു സാധനമാണിത്. അപ്പോൾ അങ്ങനെ ഏതായാലും കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികളും തലേന്നത്തെ പരിപാടികളും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കുടുംബക്കാരെ കുറച്ച് കലാപരിപാടികൾ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പം പിന്നെ ആ പരിപാടികളാട്ടോ, ഒപ്പനയായിട്ടും ഡാൻസായിട്ടും അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അധികം ആരുമില്ല കേട്ടോ, ഞങ്ങളൊരു 12 മണി 11:30 ഒക്കെ ആയിന് പരിപാടികളിലേക്ക് കടന്നപ്പോൾ. ആദ്യം എല്ലാവർക്കും വലിയ മടിയായിരുന്നു. പിന്നെ എല്ലാവരും പിടിച്ച് വലിച്ചൊക്കെ അങ്ങനെ കൊടുന്ന് ഏതാ വരി കളിക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ച് വലിച്ച് കൊടുന്ന് അങ്ങനെ എല്ലാവരും കൂടെ ഉഷാറായതാട്ടോ. അപ്പം അങ്ങനെ ഒപ്പനായിട്ടും ഇതായിട്ടും അങ്ങനെ കളിക്കാൻ നിന്നു. അപ്പോൾ ചെക്കൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഓനെന്തോ ഉറക്കം വന്നെന്ന് തോന്നുന്നു, എന്തോ ഒരു കുറുമ്പുണ്ട്. അപ്പം ഞാനും അവനെ എടുത്തു. അപ്പം ഞാൻ പറഞ്ഞു അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോവേന്നൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് ആൾ കേൾക്കണില്ല. ആൾ പിന്നെയും എൻ്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. പിന്നെ ഞാൻ ഓനെടുത്ത് കുറച്ചൊക്കെ കളിയൊക്കെ കളിച്ചിട്ടോ, പക്ഷെ അതൊന്നും ഏറ്റില്ല. പിന്നെ ഞാൻ ഓനെ അമ്മേൻ്റെ അടുത്ത് കൊണ്ടാക്കി കൊടുത്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെയും അവൻ വന്നിട്ടോ കളിക്കാൻ. ഡ്രസ്സൊക്കെ ഊരി എറിഞ്ഞിട്ടുണ്ട് ചൂടെടുത്തിട്ടാവുകയാണെങ്കിൽ. അങ്ങനെ എന്തായാലും പരിപാടികൾക്ക് നല്ല രസമാണ്. നമുക്കറിയാലോ, നമ്മളെ കുടുംബത്തിൽ ആരെയും കല്യാണം ഉണ്ടാവുകയാണെങ്കിൽ തലേന്ന് നല്ലൊരു രസമാണ്. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഒത്തുകൂടുന്നത്. ഫുൾ ടീമൊന്നുമില്ല കേട്ടോ, ഫുൾ ടീമൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് വലിയ മെയിൻ ടീമുകളൊക്കെ ഉറങ്ങുകയാണ്. പിന്നെ ഓരോ ഉറക്കമൊന്നും കളഞ്ഞില്ല. അവരും കൂടി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അവരൊക്കെ നാളെ ബസ്സിൽ പൊളിച്ചോളും എന്നുള്ള ഇതിൽ പിന്നെ ഞങ്ങളില്ല ആൾക്കാർ മാത്രം അങ്ങനെ കളിച്ചു. അപ്പോൾ ഇതൊക്കെ ഒരു രസമാണ്. നമുക്ക് എപ്പോഴും ഈ ഒരു രസമൊന്നും എപ്പോഴും കിട്ടൂല. അപ്പോൾ അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ ഇത്രയൊക്കെ തന്നെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ നല്ലോണം ആകും. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക.